ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തു വച്ചതിൻ്റെ ബാക്കിയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, ഐ ഡ്രൂ അപ്പ് ആൻഡ് ബെഗ്ഡ് ഹെർ ടു ടെൽ മീ ഓൾ ഷീ ന്യൂ അബൌട്ട് ദീസ് ബോയ്സ് എന്നിവരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വെച്ചത്. ഈ കുട്ടികളെ പറ്റിയിട്ട് എന്തൊക്കെ അറിയും അതൊക്കെ എനിക്കൊന്ന് പറഞ്ഞു തരുമോ എന്ന് നേഴ്സിനോട് എ.ജെ. ക്രോണിൻ ചോദിക്കുകയാണ്. ആ സമയത്ത് നേഴ്സ് വിവരിക്കുന്നതാണ് അടുത്ത ഓരോ പാരഗ്രാഫിലും വരുന്നത്. ഷി വാസ് ഈഗർ ടു ഡു സോ. അങ്ങനെ ചെയ്യാൻ അവൾക്ക് താല്പര്യമായിരുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ അവർക്ക് താല്പര്യമായിരുന്നു. ആരെ പറ്റിയിട്ട്? ഈ രണ്ട് ബോയ്സിനെ പറ്റിയിട്ടും ആ സിസ്റ്ററിനെ പറ്റിയിട്ടൊക്കെ. They were, she explained, quite alone in the world. അവൾ വിശദീകരിക്കുക. They were quite alone in the world. അവർ ഈ ലോകത്ത് തനിച്ചായിരുന്നു, ഒറ്റക്കായിരുന്നു. Except for their sister Lucia. അവർക്ക് ആരും മാത്രമേ ഉള്ളായിരുന്നു, ഈ രണ്ട് കുട്ടികൾക്ക്, നിക്കോള ആൻഡ് ജാക്കോപ്പോ. അവർക്ക് അവരുടെ സിസ്റ്റർ മാത്രമേ ഉള്ളായിരുന്നു. സിസ്റ്ററിൻ്റെ പേരാണ് ലൂസിയ. Their father, a widower. അവരുടെ അച്ഛൻ എ വിഡോവർ. വിഡോവർ എന്ന് പറഞ്ഞാൽ വിഭാര്യ എന്നൊക്കെ പറയാം നമുക്ക്. ഭാര്യ മരിച്ചു പോയ ആ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ഇവരുടെ അമ്മ നേരത്തെ മരിച്ചു പോയിട്ടുണ്ട്. എ വിഡോവർ, എ വെൽ നോൺ സിംഗർ അറ്റ് ലാ സക്കാല. ലാ സക്കാല എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പ്രസിദ്ധമായ സിംഗറായിരുന്നു ഇവരുടെ ഫാദർ. ഹാഡ് ബീൻ കിൽഡ് ഇൻ ദ ഏർലി പാർട്ട് ഓഫ് ദ വാർ. യുദ്ധം ആരംഭിച്ച ഉടനെ തന്നെ അച്ഛനങ്ങ് പെട്ടെന്ന് തന്നെ മരിച്ചുപോയി. ഷോർട്ട്ലി ആഫ്റ്റർവേർഡ്സ്, അതിനുശേഷം എ ബോംബ് ഹാഡ് ഡെസ്ട്രോയിഡ് ദെയർ ഹോം. ഒരു ബോംബ് ഇവരുടെ വീട് നശിപ്പിക്കപ്പെട്ടു. ആൻഡ് ത്രോൺ ദ 3 ചിൽഡ്രൻ ഇൻ ടു ദ സ്ട്രീറ്റ്സ്. ഈ 3 കുട്ടികളും വീട് നഷ്ടപ്പെട്ടതോടുകൂടെ അവർക്ക് തെരുവാണ് പിന്നെ അഭയമായിട്ട് വന്നത്. ദേ ഹാഡ് ഓൾവേസ് നോൺ എ കംഫോർട്ടബിൾ ആൻഡ് കൾച്ചേർഡ് ലൈഫ്. ഈ കുട്ടികൾക്ക് നല്ല ജീവിതം, നല്ല കൾച്ചേർഡ് ആയിട്ടുള്ള സംസ്കാരമുള്ള ജീവിതം അവർക്ക് അറിയാം. ലൂസിയ ഹാഡ് ഹെർസെൽഫ് ബീൻ ട്രെയിനിങ് ആസ് എ സിംഗർ. ലൂസിയ അവളെ ട്രെയിനിങ് ആസ് എ സിംഗർ, ഒരു പാട്ടുകാരിയാവാൻ വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങിലാണ് അവൾ. ആൻഡ് ദേ ഹാഡ് സഫേർഡ് ഹൊറിബിലി ഫ്രം നിയർ സ്റ്റാർവേഷൻ. അവരൊരുപാട് സ്റ്റാർവേഷൻ, പട്ടിണി കടന്ന് സഹിച്ചിട്ടുണ്ട്. ആൻഡ് എക്സ്പോസ് ടു ദ കോൾഡ് വെറോണീസ് വിൻ്റർ. അതേപോലെ തന്നെ വീടില്ലാതെ, വെറോണീസ് വിൻ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെറോണയിലെ വിൻ്റർ, ആ വിൻ്റർ സീസണിൽ അവിടെ തണുപ്പ് അനുഭവിച്ചവർ ഒരുപാട് ജീവിച്ചിട്ടുണ്ട്. ഫോർ മെനി മന്ത്സ്, മാസങ്ങളോളമായിട്ട്. they had barely kept themselves alive in a sort of shelter they built with their own hands. അവർ ഒരുപാട് സമയമായിട്ട് അവർ ജീവിച്ചത്, മാസങ്ങളോളം അവർ ജീവിച്ചത് അവർ സ്വന്തം ഉണ്ടാക്കിയിട്ടുള്ള, അവരുടെ കയ്യാൽ ഉണ്ടാക്കിയിട്ടുള്ള എ സോർട്ട് ഓഫ് ഷെൽറ്റർ, ഒരു തരം അഭയകേന്ദ്രത്തിലാണ്. എമിഡ്സ്റ്റ്, അതെവിടെയാണ് അവർ ഉണ്ടാക്കിയത്? എമിഡ്സ്റ്റ് മധ്യത്തിൽ. ദ റൂബിൽ, റൂബിൽ എന്ന് പറഞ്ഞാൽ കരിങ്കല്ല ഉദ്ദേശിക്കുന്നത്. കരിങ്കല്ലിൻ്റെ കല്ലുകളുടെയൊക്കെ മധ്യത്തിലാണ് അവർ ഉണ്ടാക്കിയത്. ദെൻ ദ ജർമ്മൻ എലൈറ്റ് ഗാർഡ് എസ്റ്റാബ്ലിഷ്ഡ് ഹെഡ് ക്വാർട്ടേഴ്സ് ഇൻ വെറോണ. അങ്ങനെ ജർമ്മൻ ഗാർഡ്സ് വെറോണയിലെ ഹെഡ് ക്വാർട്ടേഴ്സൊക്കെ സ്ഥാപിച്ചു. ആൻഡ് ഫോർ 3 ഡ്രെഡ്ഫുൾ ഇയേഴ്സ്, അങ്ങനെ 3 ഭയാനകമായ വർഷങ്ങൾ റൂൾഡ് ദ സിറ്റി വിത്ത് റൂത്ത്ലെസ് സിവിയറിറ്റി. അങ്ങേ അറ്റം കഠിനമായിട്ടുള്ള പ്രയാസത്താലാണ് ഈ ജർമ്മനിക്കാർ ഇവിടെ ഭരിച്ചത്. എന്ന് പറഞ്ഞാൽ ജർമ്മനിക്കാർക്ക് പ്രയാസം ഉണ്ടായി എന്നല്ല, ജർമ്മനിക്കാർ ഇവിടെ വന്ന് ജർമ്മൻ ട്രൂപ്സ് ഇവിടെ വെറോണയിൽ ഭരിച്ച സമയത്ത് ഈ വെറോണയിലെ ജനങ്ങൾക്ക് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ദ ബോയ്സ് ഗ്രൂ ടു ഹേറ്റ് ദോസ് ഹാർഷ്. ഈ കുട്ടികളും ഈ നിക്കോള ആൻഡ് ജാക്കോപ്പോ അവരും ഈ ട്രൂപ്സിനെ അങ്ങേയറ്റം വെറുക്കാൻ ആരംഭിച്ചു. അൺവാണ്ടഡ് മാറ്റേഴ്സ് ആൻഡ് വെൻ ദ റെസിസ്റ്റൻസ് മൂവ്മെൻറ്റ് ബിഗാൻ. കണ്ടോ, അങ്ങനെ ഒരു
പ്രതിരോധ പ്രസ്ഥാനം റെസിസ്റ്റൻസ് മൂവ്മെന്റ് ബിഗാൻ. ഇങ്ങനെയൊരു ഇവർക്കെതിരെ ഉള്ള ഒരു പ്രസ്ഥാനം പതുക്കെ പതുക്കെ പിറവി എടുത്ത സമയത്ത് they were among the first to join. അങ്ങനെ ഈ ജർമ്മനിക്കാർക്കെതിരെ ജർമ്മൻ ട്രൂപ്സിന് എതിരായിട്ട് റെസിസ്റ്റൻസ് മൂവ്മെൻറ്റ്സ് വന്നപ്പോൾ ആ റെസിസ്റ്റൻസ് മൂവ്മെൻറ്റ്സിൽ ആദ്യം ചേർന്നിട്ടുള്ള അംഗമായിട്ടുള്ള കുട്ടികളെന്ന് പറയുന്നത് ഇവരായിരുന്നു. അതിൽ ചേർന്ന ആദ്യത്തെ വ്യക്തികൾ. ഇറ്റ് വാസ് നോട്ട് എ മാറ്റർ ഓഫ് പ്ലേയിങ് വാർ. എന്നിട്ട് പറയാം, ഇതെന്തല്ല, നോട്ട് എ മാറ്റർ ഓഫ് പ്ലേയിങ് വാർ, യുദ്ധത്തിൻ്റെ ഒരു പ്രശ്നമല്ല ഇവിടെ ഉള്ളത്. ദെയർ എക്സ്ട്രീം യൂത്ത് ആൻഡ് ഇൻസിഗ്നിഫിക്കൻ്റ് സൈസ്. ഈ കുട്ടികൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന പ്രശ്നമല്ല ഇവിടെ ഉള്ളത്. ദെയർ എക്സ്ട്രീം യൂത്ത്, ഇവരുടെ യൂത്താണ് ഇവിടുത്തെ പ്രശ്നം. ഇൻസിഗ്നിഫിക്കൻ്റ് സൈസ്, അതേപോലെ തന്നെ ഇവർ ചെറിയ കുട്ടികളാണ്. പക്ഷേ ഈ ചെറിയ കുട്ടികളാണെങ്കിലും ഇവർക്ക് അങ്ങേയറ്റത്തെ അറിവുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. എന്തിനെ പറ്റിയിട്ട് അറിവുണ്ടായിരുന്നു നോക്കിയോ? ആഡഡ് ടു ആൻ ഇൻറ്റിമേറ്റ് നോളജ് ഓഫ് നൈബറിങ് ഹിൽസ്. കണ്ടോ, അവിടെയുള്ള ഒരു വിധം പ്രദേശങ്ങളൊക്കെ ഇവർക്ക് നന്നായിട്ട് അറിയാം. ഹിൽസ്, കുന്നുകളൊക്കെ. മെയ്ഡ് ദം ഇമ്മൻസ്ലി വാല്യബിൾ. അതാണ് അവരെ അങ്ങേ അറ്റം വാല്യബിളാക്കി മാറ്റിയത്, വിലയുള്ള വ്യക്തികളാക്കി മാറ്റിയത് എന്ന് പറഞ്ഞാൽ ഈ ട്രൂപ്പിൽ എടുക്കാൻ അത് തന്നെയാണ് അവർക്ക് ഏറ്റവും വലിയ ഒരു ക്വാളിറ്റി. ദേ were used to carry messages to the forces of liberation. ഇവരെന്ത് ചെയ്യും? ഈ ജർമ്മൻ ട്രൂപ്സിൽ നിന്ന് കാര്യങ്ങൾ ചോർത്തിയിട്ട്, ചെറിയ ഈ കുട്ടികളാവുമ്പോൾ ആരും ശ്രദ്ധിക്കില്ല. ഇവർ പോയിട്ട് കാര്യങ്ങൾ ജർമ്മൻ ട്രൂപ്സിൽ നിന്ന് ചോർത്തിയിട്ട് ലിബറേഷൻ മൂവ്മെൻറ്റിന് കൊണ്ടുപോയിട്ട് കൊടുക്കും. അതാണ് ഇവർ ചെയ്തിരുന്ന ജോലി എന്ന്. ആൻഡ് മോർ ഡേഞ്ചറസ് സ്റ്റിൽ. കണ്ടോ, അതെങ്ങനെയായിരുന്നു? മോർ ഡേഞ്ചറസ് ആണ് ആ കാര്യങ്ങൾ. ടു ഫെറക്റ്റ് ഔട്ട്. ഫെറക്റ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും സെർച്ച് ഔട്ട് എന്നൊക്കെയുള്ള മീനിങ് ആണ്. ഇൻഫർമേഷൻ ഓൺ ദ മൂവ്മെൻറ്റ് ഓഫ് ദ ജർമ്മൻ ട്രൂപ്സ്. ജർമ്മൻ ട്രൂപ്സിൽ നിന്നും ഇൻഫർമേഷൻ ശേഖരിച്ചുകൊണ്ട് ലിബറേഷൻ മൂവ്മെൻറ്റിന് എത്തിച്ചു കൊടുക്കുകയാണ് ഇവരുടെ ജോലി എന്ന്. ദ ഗുഡ് നേഴ്സ് ബ്രോക്ക് ഓഫ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ആ നേഴ്സ് അവിടെ അങ്ങ് നിർത്തുകയാണ്. ഹെർ ഐസ് മോയിസ്റ്റ്. അവളുടെ കണ്ണുകളൊന്ന് നനഞ്ഞിരുന്നു എന്ന്, കണ്ണുനീര് വരുന്നുണ്ട് നേഴ്സിന്. then with even deeper feeling she went on. അങ്ങനെ പിന്നെ അവൾ എന്ത് ചെയ്യുന്നു? went on എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂഡ് എന്നുള്ള മീങ്ങ. വീണ്ടും അവളെ ഇത് ആരംഭിച്ചു, ഈ കഥകൾ പറഞ്ഞു കൊടുക്കാൻ, ഈ കുട്ടികളെ പറ്റിയിട്ട് പറഞ്ഞു കൊടുക്കാൻ ആരംഭിച്ചു. I need not tell you how fine they were, these infants. ഞാൻ നിങ്ങളോട് പറയേണ്ടതില്ലല്ലോ ഈ ഇൻഫാൻസ്, ഈ കുട്ടികൾ എത്രത്തോളം നല്ലവരാണ് എന്നത്. ഹൗ ദേ വെൻറ്റ് ഇൻ ദ ഡാർക്ക്നെസ്. അവർ ഡാർക്ക്നെസ്സിലൂടെ പോയി, ഇരുട്ടിലൂടെ ഈ കുട്ടികൾ പോയി. ത്രൂ ദ മൗണ്ടെയിൻ പാസസ്. ഇങ്ങനെയുള്ള മൗണ്ടെയിൻ പർവ്വതങ്ങളിലൂടെ അവർ പോയി. പാസസ് എന്ന് പറഞ്ഞാൽ ചുരങ്ങളിലൂടെയാണ് പോയത്. വിത്ത് ലെറ്റേഴ്സ് ഇൻ ദെയർ ഷൂ. അവർ അവരുടെ ഷൂവിൻ്റെ അടിയിൽ ലെറ്റേഴ്സ് വെച്ചുകൊണ്ട് കൊണ്ടുപോയി അവർ. വിച്ച് മൈറ്റ് കോസ് ദം ടു ബി ഷോട്ട്. ഒരുപക്ഷേ ജർമ്മൻ ട്രൂപ്സ് ഇവരെ കണ്ടാൽ വെടിവെച്ചിടും. പക്ഷേ എന്നാലും ഇവർ രഹസ്യങ്ങൾ കൊണ്ടുപോയി അവരുടെ ഷൂവിന് അടിയിൽ വെച്ചിട്ട്. ആൻഡ് വെൻ ഇറ്റ് വാസ് ആൾ ഓവർ. അങ്ങനെ യുദ്ധമൊക്കെ അവസാനിച്ചപ്പോൾ, ആൻഡ് വി ഹാഡ് പീസ് അറ്റ് ലാസ്റ്റ്. അവസാനം ഞങ്ങൾക്ക് എന്ത് കിട്ടി? സമാധാനം കിട്ടി. ദേ കെയിം ബാക്ക് ടു ദെയർ ബിലൗഡ് സിസ്റ്റർ. അങ്ങനെ അവരവരുടെ ബിലൗഡ് സിസ്റ്ററിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ, ആൻഡ് ദേ ഫൗണ്ട് ഹെർ സഫറിങ് ഫ്രം ട്യൂബർക്ലോസിസ് ഓഫ് സ്പൈൻ. ആ സമയത്ത് ഈ കുട്ടികൾ കണ്ടത് ഇവരുടെ സിസ്റ്റർ ട്യൂബർക്ലോസിസ് ഓഫ് സ്പൈൻ, കണ്ടോ, TB ബാധിച്ചിരിക്കുന്ന കുട്ടിയെയാണ് കണ്ടത്. കോൺട്രാക്റ്റഡ് ഡ്യൂറിങ് ദ മിസറീസ് ഓഫ് വാർ. ഏത് സമയത്താണിത് ബാധിച്ചിരിക്കുന്നത്? ഡ്യൂറിങ് ദ മിസറീസ് ഓഫ് വാർ, ഈ യുദ്ധത്തിൻ്റെ യാതനകൾ അനുഭവിച്ചുകൊണ്ട്. ഷീ പോസ്റ്റ് ടു എ ക്വിക്ക് ബ്രീത്ത്. അങ്ങനെ ഈ നേഴ്സ് ഒന്ന് ഇത്ര പറഞ്ഞുകൊണ്ടൊന്ന് നിർത്തി. ആൻഡ് ടു എ ക്വിക്ക് ബ്രീത്ത്. പെട്ടെന്ന് ഒരു ശ്വാസം അങ്ങ് എടുത്തു. ഡിഡ് ദേ ഗിവ് അപ്പ്? അല്ല, അവർ ഉപേക്ഷിച്ചോ? ഐ ഡോണ്ട് നോട്ട് ഹൗ ടു ആൻസർ ദാറ്റ് ക്വസ്റ്റ്യൻ. ഞാൻ ആ ക്വസ്റ്റ്യനൊന്നും
ആൻസർ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ദേ ബ്രോട്ട് ഹെർ ഹിയർ. കണ്ടോ, അവര് ഇങ്ങനെ ട്യൂബർകുലോസിസ് ബാധിച്ച സിസ്റ്ററിനെ അവർ ഉപേക്ഷിച്ചു പോയില്ല, അവരിങ്ങോട്ട് കൊണ്ടുവന്നു. പെർസോഡഡ് ആസ് ടു ടേക്ക് ഹെർ ഇൻ ടു ദ ഹോസ്പിറ്റൽ. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, അവരെ നിർബന്ധിപ്പിച്ചു. ടു ടേക്ക് ഹെർ ഇൻ ടു ദ ഹോസ്പിറ്റൽ, ഈ ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇൻ ദ 12 months ഷീ ഹാസ് ബീൻ അവർ പേഷ്യൻ്റ്, ഷീ ഹാസ് മെയ്ഡ് ഗുഡ് പ്രോഗ്രസ്. ഇങ്ങനെ 12 മാസമായിട്ട്, ഇങ്ങനെ ഒരു വർഷമായിട്ട് ഇവള് ഞങ്ങളുടെ പേഷ്യൻ്റാണ്, ഇവൾക്ക് ഇപ്പോൾ നല്ല പ്രോഗ്രസ് ഉണ്ട്, അസുഖമൊക്കെ മാറി വരുന്നുണ്ട്. ദർ ഈസ് എവറി ഹോപ്പ് ദാറ്റ് വൺ സേ ഷീ വിൽ വാക്ക് ആൻഡ് സിങ് അഗെയിൻ. എല്ലാവർക്കും പറയാം, ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. എന്ത്, അവള് ഒരു ദിവസം നടക്കുകയും അതേപോലെ തന്നെ പാടുകയൊക്കെ ചെയ്യും എന്നാണ് പറയുന്നത്. ഓഫ് കോഴ്സ്, തീർച്ചയായിട്ടും. എവറിത്തിങ് ഈസ് സോ ഡിഫിക്കൽട്ട് നൗ. ഇപ്പോൾ എല്ലാം എങ്ങനെയാണ്, സോ ഡിഫിക്കൽട്ട്. യുദ്ധം കഴിഞ്ഞതേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ സോ ഡിഫിക്കൽട്ട്, എല്ലാത്തിലും വളരെ പ്രയാസ. ഫുഡ് സോ സ്കേഴ്സ് ആൻഡ് ഡിയർ. ഡിയർ മീൻസ് കോസ്റ്റ്ലി എന്നുള്ള അർത്ഥമാണ്, വളരെ വില കൂടിയതാണ് ഫുഡ് കിട്ടാനില്ല, കിട്ടാനുള്ളതിന് നല്ല വില കൊടുക്കും വേണം. വി കുഡ് നോട്ട് കീപ് ഗോയിങ് അൺലെസ് വി ചാർജ്ഡ് എ ഫീ. ഞങ്ങൾ ഫീ വാങ്ങാതെ ഞങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ, ചികിത്സ അതേപോലുള്ള ഫുഡിൻ്റെ കാര്യങ്ങളൊന്നും മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റില്ല. ബട്ട് എവറി വീക്ക്, പക്ഷേ ഓരോ ആഴ്ചയും ലൂസിയാസ് ബ്രദർ ഹാവ് മെയ്ഡ് ദെയർ പേയ്മെൻറ്റ്സ്. ലൂസിയയുടെ കാശുകളൊക്കെ അവരുടെ ബ്രദറും നിക്കോള ആൻഡ് ജാക്കോബോ, അവർ രണ്ടുപേരും അടക്കും. ഷീ ആഡഡ് സിംപ്ലി. കണ്ടോ, അതുകൂടെ അവളെ കൂട്ടിച്ചേർക്കുകയാണ്. എന്തുകൂടെ, ഐ ഡോണ്ട് നോ, എനിക്കറിയില്ല. വാട്ട് ദേ ഡു, അവരെന്താ ചെയ്യുന്നത്. ഐ ഡു നോട്ട് ആസ്ക്, ഞാൻ അവരോടൊക്കെ ചോദിക്കാറും ഇല്ല. അപ്പോൾ അവർക്ക് ഫുഡ് അതേപോലെ തന്നെ ഫുഡിനുള്ള കാശ്, ആ കാശൊക്കെ എവിടെ നിന്ന് കിട്ടുന്നു എന്നത് എനിക്കറിയില്ല, ഞാൻ അവരോട് ചോദിക്കാറുമില്ല. വർക്ക് ഈസ് സ്കേഴ്സ് ഇൻ വെറോണ. വെറോണയിൽ വർക്കൊക്കെ വളരെ സ്കേഴ്സ്, ദൗർലഭ്യമാണ്, കിട്ടാനില്ല. ബട്ട് വാട്ട് എവർ ഇറ്റ് ഈസ്, ഇത് എന്ത് തന്നെയാണെങ്കിലും, കിട്ടാനുണ്ടെങ്കിലും ഇല്ലെങ്കിലും, ഐ നോ ദേ ഡു ഇറ്റ് വെൽ, എനിക്കറിയാം ഈ കുട്ടികൾ ഇത് വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ കുട്ടികൾ നന്നായിട്ട് ജോലിയെടുക്കുന്നുണ്ട്, അതുകൊണ്ടാണല്ലോ അവരിവിടെ കൊണ്ടുവന്നിട്ട് കാശൊക്കെ കൃത്യമായിട്ട് അടക്കുന്നത്. യെസ്, ഐ അഗ്രീഡ്, ദേ കുഡിൻറ്റ് ഡു ഇറ്റ് ബെറ്റർ. യെസ്, അതെ, ഐ അഗ്രീഡ്. എജെ ഗ്രോണിൻ പറയാം, ഞാനും സമ്മതിച്ചു, അവർ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ദേ കുഡിൻറ്റ് ഡു ഇറ്റ് ബെറ്റർ, പക്ഷേ കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല. എന്ന് പറഞ്ഞാൽ അവർക്ക് ജോലി അവർ നന്നായിട്ട് ചെയ്യുന്നുണ്ടെങ്കിലും അവർക്ക് നല്ല ജോലികളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഐ വെയിറ്റഡ് ഔട്ട്സൈഡ്, അങ്ങനെ എൻ്റെ കാറിൽ തന്നെ എന്ത് ചെയ്തു, ഞാൻ പുറത്തെ കാത്തു നിന്നു എന്നാണ് പറഞ്ഞത്. ഇവന് പോയതൊന്നും ഈ കുട്ടികൾ അറിഞ്ഞില്ല, ആ ഹോസ്പിറ്റലിൽ ചെന്നതൊന്നും. ഐ വെയിറ്റഡ് ഔട്ട്സൈഡ് അൺടിൽ ദ ബോയ്സ് റീജോയിൻഡ് മീ. കണ്ടോ, റീജോയിൻഡ് എന്ന് പറഞ്ഞാൽ വീണ്ടും ഒന്നിക്കുക. റീജോയിൻഡ് മീ, ആ കുട്ടികൾ എൻ്റെ അടുത്തേക്ക് വരുന്നവരെ ഞാൻ അവരെ വെയിറ്റ് ചെയ്തു. ദെൻ ഡ്രോവ് ദം ബാക്ക് ടു ദ സിറ്റി. അങ്ങനെ ഞാൻ അവരെ സിറ്റിയിലേക്ക് എന്നെ കൊണ്ടുപോയിട്ട് വിട്ടു. ദേ സാറ്റ് ബിസൈഡ് മീ, അവരെ എൻ്റെ അടുത്ത് തന്നെ ഇരുന്നു. നോട്ട് സ്പീക്കിംഗ് ഇൻ എ മൂഡ് ഓഫ് ക്വൈറ്റ് കണ്ടന്റ്മെൻറ്റ്. നോട്ട് സ്പീക്കിംഗ്, അവരെന്നോടൊന്നും സംസാരിച്ചില്ല, അവരെൻ്റെ കൂടെ അങ്ങനെ ഇരുന്നു, കാറിൽ പോന്നു. ഇൻ എ മൂഡ് ഓഫ് കണ്ടന്റ്മെൻറ്റ്, ക്വൈറ്റ് കണ്ടന്റ്മെൻറ്റ്. പക്ഷെ അവിടെ മനസ്സംതൃപ്തി ഉണ്ട്. കണ്ടന്റ്മെൻറ്റ്, മനസ്സംതൃപ്തി എന്നൊക്കെ പറയാം, അവർക്ക് സംതൃപ്തിയുണ്ട്. ഫോർ മൈ പാർട്ട്, എൻ്റെ ഭാഗത്തു നിന്നും ഐ ഡിഡ് നോട്ട് സേ എ വേർഡ്, ഞാനും അങ്ങോട്ടൊരു വാക്കും പറഞ്ഞില്ല. എന്ന് പറഞ്ഞാൽ ഈ ലൂസിയയെ പറ്റിയിട്ടോ അതല്ലെങ്കിൽ ഇവരവിടെ പോയതിനെ പറ്റിയിട്ടൊന്നും ഞാനും ഒന്നും ചോദിച്ചില്ല. ഐ ന്യൂ, എനിക്കറിയാം. ദേ വുഡ് പ്രിഫർ ടു ഫീൽ ദാറ്റ് ദേ ഹാഡ് സേഫ്ലി കെപ്റ്റ് ദെയർ സീക്രട്ട്. എനിക്കറിയാം ഈ രണ്ട് കുട്ടികളും അവരുടെ ഉദ്ദേശം ആ സീക്രട്ട്, ഇങ്ങനെയുള്ള സിസ്റ്ററിനെ ചികിത്സിക്കുന്ന
ആരോടും കാശൊന്നും കൈനീട്ടി വാങ്ങാതെ അങ്ങനെ ചികിത്സിക്കുന്നത് ആരെയും അറിയിക്കാതിരിക്കണം എന്നാണ് ഇവരുടെ ഉദ്ദേശം, ഈ കുട്ടികളുടെ ഉദ്ദേശം. അത് അങ്ങനെ തന്നെ ആയിക്കോട്ടെ, ഞാൻ അറിഞ്ഞതായിട്ട് അവരോട് പറയണ്ട എന്നാണ് എ.ജെ. ക്രൗണിന് ഉദ്ദേശിക്കുന്നത്. യെറ്റ് എന്നാലും ദിസ് സൈലന്റ് എപ്പിക് എന്ന് പറഞ്ഞാൽ ശരിക്കും ഇതിഹാസം എന്നൊക്കെ പറയാം. ഈ ഒരു സൈലന്റ് എപ്പിക് ഓഫ് യൂത്ത്ഫുൾ ഡിവോഷൻ, യൂത്ത്ഫുൾ ഡിവോഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ രണ്ട് ചെറുപ്പക്കാരായ രണ്ട് കുട്ടികൾ, ചെറുപ്പക്കാരെന്ന് പറയുമ്പോൾ 12ഉം 13ഉം വയസ്സായിട്ടുള്ള കുട്ടികൾ, ഈ കുട്ടികളുടെ ഡിവോഷൻ, അവരുടെ അർപ്പണം, അവരുടെ സിസ്റ്ററിനോടുള്ള സ്നേഹം ഹാഡ് ടച്ച്ഡ് മീ ഡീപ്ലി, എൻ്റെ മനസ്സിലെ അങ്ങേയറ്റം അതൊന്ന് ടച്ച് ചെയ്തു, തൊട്ടുണർത്തി എന്നൊക്കെ പറയാം. വാർ വിത്ത് ഇറ്റ്സ് അറ്റൻഡന്റ് ഹൊറേഴ്സ്, യുദ്ധവും അതിൻ്റെ കൂടെ വരുന്ന ഹൊറേഴ്സ്, അറ്റൻഡന്റ് എന്ന് പറഞ്ഞാൽ കൂടെ വരുന്ന ഹൊറേഴ്സ്, ഭീതിയൊക്കെ, ഹാഡ് നോട്ട് ബ്രോക്കൺ ദെയർ സ്പിരിറ്റ്, ഈ കുട്ടികളുടെ സ്പിരിറ്റ് ആവേശം കെടുത്തി കളഞ്ഞിട്ടില്ല. ആൻഡ് ഈഫ് അൺടൈംലി മെച്യൂരിറ്റി ഹാഡ് ബീൻ ഫോഴ്സ്ഡ് അപ്പോൺ ദം, അതിന് പകരമായിട്ട് ഈ കുട്ടികൾക്ക് അൺടൈംലി മെച്യൂരിറ്റി, 12ഉം 13ഉം വയസ്സായ കുട്ടിയാണ്, പക്ഷെ എന്നാൽ പോലും അവർക്ക് മെച്യൂരിറ്റി ഉണ്ട്, നല്ല ഒരു പക്വത ഈ കുട്ടികൾക്ക് കിട്ടി എന്നാ പറയുന്നത്. അറ്റ്ലീസ്റ്റ് ഏറ്റവും ചുരുങ്ങിയത് ദേ ഹാഡ് അക്സെപ്റ്റഡ് ഇറ്റ് വിത്ത് ഡിഗ്നിറ്റി ആൻഡ് കറേജ്, ഇങ്ങനെ ഒരു ജീവിതത്തിൽ ഇത്തരം പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ അന്തസ്സോടുകൂടിയും, ഡിഗ്നിറ്റി അന്തസ്, ആൻഡ് കറേജ് ധൈര്യത്തോടു കൂടിയും ഏറ്റെടുക്കാനുള്ള ഒരു ധൈര്യവും അവർക്ക് കിട്ടി എന്നാണ് പറയുന്നത്. ദെയർ സെൽഫ്ലെസ് ആക്ഷൻ, അവർക്ക് വേണ്ടിയല്ലാത്ത പ്രവർത്തനങ്ങൾ, അവരുടെ സിസ്റ്ററിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ, ബ്രോട്ട് എ ന്യൂ നൊബിലിറ്റി ടു ഹ്യൂമൻ ലൈഫ്, ജീവിതത്തിന്, ഹ്യൂമൻ ലൈഫ്, മനുഷ്യൻ്റെ ജീവിതത്തിന് തന്നെ ഒരു പുതിയ മാനം നൽകുന്ന ഒന്നാണ്. ഗ്യാവ് പ്രോമിസ് ഓഫ് എ ഗ്രേറ്റർ ഹോപ്പ് ഫോർ ഹ്യൂമൻ സൊസൈറ്റി, മനുഷ്യ സമൂഹത്തിന് തന്നെ ഒരു വലിയ പ്രതീക്ഷയുമാണ് ഈ രണ്ട് കുട്ടികൾ നൽകുന്നത്. ഇതോടുകൂടെ ഈ ചാപ്റ്റർ അവസാനിക്കുകയാണ്. ഇനി നമുക്കിതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒന്ന് ഡിസ്കഷൻ നടത്താം. 6, 7, 8 ഇങ്ങനെ 3 ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ നിന്ന് വരുന്നത്. 6ാമത്തെ ക്വസ്റ്റ്യൻ, ഹു വേർ ജാക്കോപ്പോ ആൻഡ് നിക്കോള, ഹൗ ഡിഡ് വാർ അഫക്റ്റ് ദെയർ ഫേറ്റ്, ആരാണ് ജാക്കോപ്പോ, നിക്കോളയും ജാക്കോപ്പോയൊക്കെ ആരാണ്, ഹൗ ഡിഡ് വാർ അഫക്റ്റ് ദെയർ ഫേറ്റ്, എങ്ങനെയാണ് യുദ്ധം അവരുടെ വിധിയെ ബാധിച്ചത്. Nicola and Jacopo were the sons of a well-known singer at La Scala. La Scala എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു ഫേമസ് സിംഗറിൻ്റെ മകനായിട്ടാണ് ആര് ജനിക്കുന്നത്, നിക്കോളയും ജാക്കോപ്പോയും ജനിക്കുന്നത്. Their father had been killed in the war. അവരുടെ അച്ഛൻ നേരത്തെ തന്നെ യുദ്ധത്തിൽ മരിച്ചു. And their home was destroyed by a bomb. അവരുടെ വീടാണെങ്കിലോ ഒരു ബോംബിൽ തകർക്കപ്പെട്ടു. നിക്കോള and Jacopo and their sister were left in the street starving in the cold winter. അങ്ങനെ ഒരു 3 പേരും എന്ത് ചെയ്യുന്നു, നിക്കോള, ജാക്കോപ്പോ ആൻഡ് their sister, അവർ 3 പേരും കോൾഡ് വിന്റർ സ്റ്റാർവിങ്, പട്ടിണി സഹിച്ച് ഇരുന്ന മക്കളായിരുന്നു എന്ന്. അടുത്ത് ഇനി നമുക്ക് പറയാനുള്ളത് 7ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ലൂസിയാസ് കണ്ടീഷൻ വെൻ ഹെർ ബ്രദേഴ്സ് കെയിം ബാക്ക്. അവരുടെ ലൂസിയയുടെ ബ്രദേഴ്സ് തിരിച്ചു വന്ന സമയത്ത്, യുദ്ധമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്ന സമയത്ത് ലൂസിയക്ക് എന്താണ് സംഭവിച്ചത്. വെൻ നിക്കോള ആൻഡ് ജാക്കോപ്പോ കെയിം ബാക്ക് ദേ ഫൗണ്ട് ദെയർ സിസ്റ്റർ സഫറിങ് ഫ്രം ട്യൂബർക്ലോസിസ്. അവർ തിരിച്ചു വരുന്ന സമയത്ത് അവർ കണ്ടത് അവരുടെ സിസ്റ്റർ ട്യൂബർക്ലോസിസ് ഓഫ് സ്പൈൻ കോൺട്രാക്റ്റഡ് ഡ്യൂറിങ് ദ മിസറീസ് ഓഫ് വാർ, യുദ്ധത്തിൻ്റെ യാതനകളൊക്കെ അനുഭവിച്ചുകൊണ്ട് ഇവരുടെ സിസ്റ്റർ ട്യൂബർക്ലോസിസ് ബാധിച്ച് ഒരു അവസ്ഥയിലാണ് കണ്ടത്. അങ്ങനെയാണ് ഇവർ 2 പേരും ആ സിസ്റ്ററിനെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോകുന്നത്. വൈ വേർ ദ ലീവ്സ് ഓഫ് ജാക്കോപ്പോ ആൻഡ് നിക്കോള എ സൈലന്റ് എപ്പിക്. എന്തുകൊണ്ടാണ് നിക്കോളയുടെയും ജാക്കോപ്പയുടെയും ജീവിതം ഒരു സൈലന്റ് എപ്പിക് എന്ന് പറയാനുള്ള കാരണം? അതിൻ്റെ ആൻസർ, നിക്കോള ആൻഡ് ജാക്കോപ്പോ did not tell
their sad story to anyone. അവരവരുടെ ഈ യാതന നിറഞ്ഞ കഥ ആരോടും പറഞ്ഞില്ല. They make money by doing different jobs. അവർ കാശ് ഉണ്ടാക്കിയത് എങ്ങനെ? വ്യത്യസ്ത ജോലികൾ ചെയ്തിട്ടാണ് കാശ് ഉണ്ടാക്കിയത്. ആരെയും മുന്നിൽ പോയി കൈനീട്ടിയില്ല. സിസ്റ്ററിന് ഇങ്ങനെ പറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് എന്തെങ്കിലും തരണേ എന്ന് പറഞ്ഞ് കൈനീട്ടിയില്ല. അതിന് പകരം എന്ത് ചെയ്തു? ഡൂയിങ് ഡിഫറെൻറ്റ് ജോബ്സ് ഫോർ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് ദെയർ സിസ്റ്റർ. കണ്ടോ, അവർ അവിടെ സിസ്റ്ററിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി കാശ് ഉണ്ടാക്കിയത് വ്യത്യസ്ത ജോലികൾ ചെയ്തുകൊണ്ടാണ്. ദേ കെപ്റ്റ് ഇറ്റ് ആസ് ദെയർ സീക്രട്ട്. അത് അവർ സീക്രട്ടായിട്ട് വെച്ചും ചെയ്തു. സോ ഇറ്റ് ഈസ് എ സൈലൻറ്റ് എപ്പിക്. അതുകൊണ്ടാണ് ഇത് ഒരു സൈലൻ്റ് എപ്പിക് എന്ന് പറയാനുള്ള കാരണം. ഇതോടുകൂടെ ഈ ചാപ്റ്ററും ഇവിടെ അവസാനിക്കുകയാണ്. എക്സാമിന് വേണ്ടിയിട്ട് വളരെ നല്ല രൂപത്തിൽ നോക്കുക. 2-3 പ്രാവശ്യം എല്ലാ ചാപ്റ്റേഴ്സും വായിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രം ഇത് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. 2-3 പ്രാവശ്യം എല്ലാ ചാപ്റ്റേഴ്സും കേൾക്കുക, ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെ എഴുതിയെടുത്ത് പഠിക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇങ്ങനെ എക്സാം വരുന്ന സമയത്ത് വളരെ നല്ല മാർക്ക് നമുക്ക് വാങ്ങാൻ പറ്റുള്ളൂ. ഓക്കെ, ബൈ.